മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവും മരിച്ചു. കന്നിമല എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മണിയാണ് മരിച്ചത്. കന്നിമല എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികളുമായി പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ മണിയെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് എറിയുകയായിരുന്നു. 2 പേർക്ക് പരുക്കേറ്റു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, മൂന്നാറിൽ നിന്ന് വീണ്ടും സങ്കട വാർത്ത വരികയാണ്. കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി, പക്ഷേ ഇത്തവണ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന പരുക്കേറ്റ് ചികിത്സയിലായിരിക്കുന്ന മറ്റു 2 പേർ പറയുന്നത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിധ 9:30 ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ മണി ഉൾപ്പെടെ ജോലി കഴിഞ്ഞ് തിരികെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മരിച്ച മണി ഓട്ടോ ഡ്രൈവറാണ്. മണി കൂടാതെ 4 പേർ കൂടി ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നു. ഈ അപ്രതീക്ഷിതമായി റോഡിൽ നിന്ന കാട്ടുകൊമ്പൻ ഈ ഓട്ടോ കുത്തിമറിച്ചിട്ടതിന് ശേഷം അതിലുണ്ടായിരുന്ന മണിയെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിയെടുത്ത് തറയിലടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. മണി തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്ന 2 പേർക്കും ഈ സംഭവത്തിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 മാസം മുമ്പ് ഈ മൂന്നാറിൽ ഇതേ മേഖലയിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ ഒരു തമിഴ്നാട് സ്വദേശി മരിച്ചിരുന്നു. ആ ആന തന്നെയാണ് ഇന്നും ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ആദ്യം ഒരു സംശയം. പടയപ്പയാണോ എന്നൊരു സംശയം ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതല്ല, മറ്റൊരു ആനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 1.5 കൊമ്പൻ എന്നു പേരുള്ള ഒരു കാട്ടാനയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 45 വയസ്സാണ് ഈ മണിക്കുണ്ടായിരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അപകടം നടന്ന് 1 മണിക്കൂർ പിന്നിടുമ്പോഴും വനം വകുപ്പ് ജീവനക്കാർ ഇതുവരെ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ള ആരോപണവും പരാതിയും ഉയരുന്നുണ്ട്. അതൊരു പ്രതിഷേധത്തിനിടയാക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ മരിച്ച മണിയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന പരിക്കേറ്റവരെയും ചികിത്സയ്ക്ക് വേണ്ടി ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. എന്തായാലും നാളെ രാവിലെ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.